ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ ഫോർത്ത് ടൈം 54ഉം 9th ടൈം 99ഉം ആയ എ പിയുടെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ മൈനസ് എക്സ് എം ഈസ് ഈക്വൽ ടു എൻ മൈനസ് എം ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. എക്സ് എൻ വലിയതായിട്ട് എടുക്കുന്നു, സോ 99 മൈനസ് എക്സ് എം അപ്പോൾ എത്ര ആവും 54 ഈസ് ഈക്വൽ ടു 9 മൈനസ് 4 ഇൻറ്റു ഡി എന്ന് വരും. ഈ 9 4 എന്ന് വെച്ചാൽ ആ ടേബിളിൻ്റെ പൊസിഷനാണ്. 99 57 കുറച്ചാൽ നമുക്ക് 45 എന്ന് കിട്ടും. 45 ഈസ് ഈക്വൽ ടു 9 മൈനസ് 4 5 ആണ്, 5D. 5ഉം ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്, അതിന് ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം. അപ്പം 45/5 ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അപ്പം ഡിയുടെ വാല്യൂ എത്ര എന്ന് കിട്ടും 9. അപ്പം ഡിയുടെ വാല്യൂ എത്ര എന്ന് കിട്ടി 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ 900 ഈ ടൈമിൽ രണ്ട് ടൈംസിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരാൻ പറ്റുമോ. അപ്പം നമ്മൾ നോക്കുന്ന കാര്യം ഈ 900 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുമോ. നമുക്കറിയാം 900 എന്തായാലും 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കാണും. സോ നമുക്കത് ധൈര്യമായിട്ട് പറയാം 900 ക്യാൻ ബി ദ ഡിഫറൻസ്. 900 എന്താവാൻ പറ്റും, രണ്ട് ടൈംസിൻ്റെ ഡിഫറൻസ് ആവാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 900 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ൻ്റെ മൾട്ടിപ്പിളാണ് 900. അതുകൊണ്ട് 900 എന്താവാൻ പറ്റും, രണ്ട് ടൈമിൻ്റെ ഡിഫറൻസ് ആവാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെയും 101th ടൈമിൻ്റെയും ഡിഫറൻസ് എത്ര ആയിരിക്കും, ഈ 900 ആയിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൻ്റെയും 102th ടൈമിൻ്റെയും ഡിഫറൻസ് എത്ര ആയിരിക്കും, ഈ 900 ആയിരിക്കും. ഇതേപോലെ ടൈം പൊസിഷൻ തമ്മിൽ ഡിഫറൻസ് 100 വരുന്ന ഏത് രണ്ട് ടൈംസ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കിട്ടും, 900 ആണെന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് a+3 a+6 എക്സെട്ര a+9 എക്സെട്ര. ഈ ടൈമിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A2ൽ നിന്ന് A1 കുറയ്ക്കുക. അപ്പം എന്തോ വരും, a+6 മൈനസ് എന്തെന്ന് വരും, a+3 എന്ന് വരും. അപ്പം a+6 മൈനസ് -3 എന്ന് വരും. എയുടെ എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തോ വരും 6 - 3. അപ്പോൾ എത്ര എന്ന് കിട്ടും, ആൻസർ 3 എന്ന് കിട്ടും. അപ്പം അത്രയും കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത നെക്സ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് A3 വരെ തന്നേപ്പോൾ ഉണ്ട്. അപ്പം A4 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇക്വേഷൻ A3 + D ആണ്. അതായത് a+9 + 3. അപ്പോൾ എന്താ കിട്ടും, ആൻസർ a+12. അടുത്തതായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്, എക്സ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം എക്സ് എൻ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എന്താണ് a+3. നമ്മൾ ഡി എത്രയാണ് 3 ആണ്. സോ 3n - 3 എന്ന് വരും. കാരണം ഡി എത്ര 3 ആണ്. ഈ 3യും കൂടെ എന്ത് ചെയ്യും, വെട്ടിപ്പോവും. ബാക്കി എന്തോ വരും, a+3n എന്ന് വരും. അപ്പോൾ അവിടുത്തെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ a+3n ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് 1/9, 2/9, 3/9, എക്സെട്ര. ഇതിനകത്ത് ഫസ്റ്റ് ഇൻറ്റിജർ ടൈം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇൻറ്റിജർ ടൈം ആദ്യം വരുന്നത് എന്തായിരിക്കും, 9/9 ആയിരിക്കും. 9/9ൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റിജർ ടൈം എത്ര, 1 ആണ്. അടുത്ത് ചോദിച്ചേക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 9 ടൈംസ് ആണ് ചോദിച്ചേക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് 9 ടൈംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, 1/9 + 2/9 + 3/9 എക്സെട്ര +9/9 എന്ന് വരും. നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഡിനോമിനേറ്റർ സെയിമാണ്. അപ്പം ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 45 കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതാണ് ഇക്വേഷൻ എന്ന് കൊടുക്കുക പറയുന്നത്. അപ്പം 45 ഡിനോമിനേറ്റർ എന്തുണ്ട്, ഒരു 9 കിടപ്പുണ്ട്. സോ 45/9 എന്ന് എഴുതുക. വാല്യൂ എത്ര എന്ന് കിട്ടും, 5 എന്ന് കിട്ടും. ഒന്ന് എഴുതി കാണിക്കാം. 1/9 + 2/9 എക്സെട്ര +9/9 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 45/9. ആൻസർ എത്ര എന്ന് കിട്ടും, 5.
ഇത്രയേ ഉള്ളൂ. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200-നും 500-നും ഇടയിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്പർ ഏതാണ്. സോ 200-നും 500-നും ഇടയിലെന്ന് പറയുമ്പോൾ 200 എടുക്കണ്ട, 500 എടുക്കണ്ട. 200 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 201. ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 3 18 21 7 3 21 ശിഷ്ടം 0. നമുക്ക് ശിഷ്ടം കിട്ടേണ്ടത് എത്ര? 1. സോ 0-ന് 1 കൂട്ടിയാൽ 1 കിട്ടും. അപ്പം ഇവിടെ 1 കൂട്ടുക, മുകളിൽ 1 കൂട്ടുക. അപ്പോൾ എത്ര ഒന്ന് കിട്ടും? 202. ഫസ്റ്റ് ടൈം ഏതാണ്? 202ആണ്. സെക്കൻഡ് ടൈം ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ 3 കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. 205 208 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ സീക്വൻസ്. ഇനി നമുക്ക് ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. 500 എടുക്കണോ? വേണ്ട. എത്ര എടുത്താൽ മതി? 499. കാരണം 500 ഇൻക്ലൂഡ് അല്ല, ബിറ്റ്വീൻ എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു 3 3 ശിഷ്ടം 1 14 499. അപ്പം 3 കൊണ്ട് കഴിച്ച് നോക്കാം. ഒരു 3 3 ശിഷ്ടം 1 9 6 3 18 ശിഷ്ടം 1 വീണ്ടും 19 6 3 18 ശിഷ്ടം എത്ര കിട്ടി? 1. സോ അപ്പോൾ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? അത് 418 ആയിരിക്കും. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത്? 418 അല്ല 499. നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ എത്ര ടൈംസ് ഉണ്ടെന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എക്സെൻജിൻ്റെ ഇക്വേഷനാണ്. എന്ത്? എക്സെൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി. എക്സെൻ എത്രയാണ്? എക്സെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 499 എടുക്കും. ലാസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു F1 എന്ന് വെച്ചാൽ 202 ആയിരുന്നു, പ്ലസ് ഡി നമുക്ക് എത്രയാണ്? 3 ആണ്. സോ 3n മൈനസ് 3. 202-ൽ നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 199 പ്ലസ് 3n. ഇവിടെ എന്തുണ്ട്? 499. ഈ 199 കൂടെ കൂട്ടിയേക്കുവാണ്. ഇപ്പുറത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ 499 മൈനസ് 199 എത്ര എന്ന് കിട്ടും? 3n എന്ന് കിട്ടും. അത് കുറയ്ക്കുമ്പോൾ 300 എന്ന് കിട്ടും. 300 സമം 3n എന്ന് കിട്ടും. n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 300/3 ചെയ്യുക. 300/3 എത്രയാണ്? 100. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 100 ആണെന്ന് കിട്ടും. അപ്പം എത്ര ടൈംസ് ഉണ്ട് അവിടെ? 100 ടൈംസ് ഉണ്ട്. അതായത് അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 നമ്പേഴ്സ് ഉണ്ട്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നേപ്പോണ്ട് എന്ത്? n² + 3n. Sn = എന്തെന്ന് തന്നേപ്പോണ്ട്? n² + 3n എന്ന് തന്നേപ്പോണ്ട്. നമ്മൾ അടുത്ത് ചോദിച്ചത് ഫസ്റ്റ് ടൈം എന്താണെന്നാണ്. A1 കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ F കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n-ന് 1 എന്ന് കൊടുക്കാം. അപ്പം 1² + 3 × 1 എന്ന് വരും. എന്ത് വരും? 1 + 3 = എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് എത്രയാണെന്നാണ്. നമുക്ക് അതിന് വേണ്ടി എന്ത് തന്നേപ്പോണ്ട്? സമ്മിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നേപ്പോണ്ട്. എന്താണ്? n² + 3n എന്ന്. ഞാനൊരു ജനറൽ ഇക്വേഷൻ കൊണ്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. Sn = an² + bn എന്നാണെങ്കിൽ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്? 2a എന്ന്. അപ്പം n² കോഎഫിഷ്യൻറ്റ് 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് n² കോഎഫിഷ്യൻറ്റ് എത്രയാണ്? 1 ആണ്. സോ 1 × 2 എത്ര എന്ന് കിട്ടും? ആൻസർ 2. അപ്പം ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. നമ്മളോട് യൂസ് ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? S10 കണ്ടുപിടിക്കുക. 10 എന്നില്ല എത്ര എന്ന് വാല്യൂ കൊടുത്താൽ മതി? 10 എന്ന് വാല്യൂ കൊടുത്താൽ മതി. 10² + 3 × 10. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 + 3 × 30 എത്ര എന്ന് കിട്ടും? ആൻസർ 130. 5ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റും 19th ടൈം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 50 കിട്ടും. അതേപോലെ ഫസ്റ്റും 20th ടൈം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 54 കിട്ടും. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നേക്കുന്ന 2 സംഖ്യകളുടെ കുറച്ച് വെച്ചാൽ മതി. 54 - 50 എത്ര എന്ന് കിട്ടും? ആൻസർ 4. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ എന്താണ്? ദ സം ഓഫ് 7th and 13th ടൈം. 13 ഇതിനോട് കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. 1ഉം 19 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. സോ നമുക്ക് സം എത്രയാണെന്ന് പറയാം? 50 ആണെന്ന് പറയാം. നമ്മുടെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ
10th ടൈം. 10ാമത്തെ ടൈം എത്രയാണ്? 1ഉം 10ാമത്തെ ടൈം കൂട്ടി എത്ര കിട്ടും? 50 കിട്ടും. അതിൻ്റെ പകുതിയായിരിക്കും എന്ത്? എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. എത്ര കിട്ടും? 25. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുതി കാണിക്കാം. എന്ത്? x1 പ്ലസ് x19 ഈക്വൽ ടു എത്ര നമുക്ക് തന്നേപ്പോണ്ട്? 50. ഞാൻ x1 ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നത് എന്ത്? എഫ് പ്ലസ് x1 എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? എഫ് തന്നെയാണ്. പ്ലസ് x19 എന്ന് വെച്ചാൽ എഫ് പ്ലസ് 18d ആണ്. ഈക്വൽ ടു എത്ര കിട്ടും? 50 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2f പ്ലസ് 18d എത്രയാണെന്ന് കിട്ടും? 50 കിട്ടും. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എഫ് പ്ലസ് 9d എന്ന് വരും. ഈക്വൽ ടു 50. 2 അപ്പുറത്തുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് പ്ലസ് 9d ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 50/2 ഈക്വൽ ടു 25 എന്ന് വരും. എഫ് പ്ലസ് 19d എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ എക്സ്റ്റേണൽ എത്രയാണെന്ന് കിട്ടും? 25 ആണെന്ന് കിട്ടും. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് 7ാമത്തെ ക്വസ്റ്റ്യനാണ്. സീക്വൻസ് തന്നേക്കൊണ്ട് എന്ത്? 6, 10, 14 എന്ന് എക്സെട്ര. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അടുത്തടുത്തുള്ള 2 ടൈംസ് എടുത്ത് കുറച്ച് നോക്കുക. 10 - 6 എത്രയാണെന്ന് കിട്ടും? ആൻസർ 4. അടുത്തതെന്ന് വെച്ചാൽ എന്താണ്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? xn is equal to f plus dn minus d. എഫ് എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? 6 പ്ലസ് ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n മൈനസ് ഡി എത്രയാണ്? 4. 6 - 4 എത്രയാണെന്ന് കിട്ടും? 2. അപ്പം 4n പ്ലസ് 2 എന്ന് വരും. ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടിയല്ലോ. ഇനി അടുത്ത എന്താണോ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഓഫ് ദ സീക്വൻസ്. എക്സിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് എന്ത്? Sn is equal to a ഇൻറ്റു an ഇൻറ്റു n പ്ലസ് 1 ഒന്ന് വെയിറ്റ് ചെയ്യണേ. a ഇൻറ്റു an ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് ബി എൻ എന്ന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ച് എന്ത് പറയാം? എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ എന്ത് വരും? 4n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് 2n എന്ന് വരും. 4/2 എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു അപ്പോൾ എന്ത് കിട്ടും? 2n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n എന്ന് കിട്ടും. 2n ഇൻറ്റു n പ്ലസ് 1 ചെയ്യുമ്പോൾ 2n ഇൻറ്റു n 2n സ്ക്വയർ വരും. മറ്റേ പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n ഇൻറ്റു 1 എത്ര വരും? പ്ലസ് 2n. വീണ്ടും പ്ലസ് 2n വരും. 2n ഇൻറ്റു 2n കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 4n എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 2n സ്ക്വയർ പ്ലസ് 4n. Sn ഈസ് ഈക്വൽ എന്തെന്ന്? 2n സ്ക്വയർ പ്ലസ് 4n എന്ന ആൻസർ കിട്ടും. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? നിങ്ങൾ അടുത്ത് തന്നേക്കുന്നത് √8, √18, √32, എന്നാണ്. ഈ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെന്ന്. പക്ഷേ അവർ പറഞ്ഞേപ്പോണ്ട് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. സോ ഈ സാധനം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ അടുത്തവർ പറഞ്ഞേപ്പോണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട വഴിയെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. √8 അല്ലേ? ഞാൻ 8നെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഫാക്ടറൈസ് ചെയ്യുന്നു. 8നെ 2 എത്ര കിട്ടും? 4. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? 2 2 ഒരു 2 പുറത്ത് വരും. ഇതെന്താണ് സാധനം? 2√2. √8നെ എനിക്ക് എങ്ങനെ എഴുതാം? 2√2 എന്ന് എഴുതാം. √8 18 എനിക്ക് എങ്ങനെയാണ് എഴുതാം? 9 × 2 എന്ന് എഴുതാം. 9ൻ്റെ റൂട്ട് എത്രയാണ്? √18 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എനിക്ക് √9 × 2. 9ൻ്റെ റൂട്ട് 3 ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? 3√2 എന്ന് എഴുതാം. അപ്പോൾ എൻ്റെ x1 എന്താണ്? 2√2 ആണ്. x2 എന്താണ്? 3√2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഡി കണ്ടുപിടിക്കണമെങ്കിൽ 3√2ൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കണം? 2√2 കുറയ്ക്കണം. 3√2ൽ നിന്ന് 2√2 കുറച്ചാൽ എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയത്തില്ലെങ്കിൽ അവിടുന്ന് √2 കോമൺ എടുക്കുക. √2 ഇൻറ്റു എന്താണ്? 3 - 2. 3 - 2 1 ആണ്. 1 ഇൻറ്റു √2 എന്ന് വരും. ആൻസർ എന്തെന്ന് കിട്ടും? √2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ അല്ലേ? അവർ അടുത്ത ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ടൈം ഏതാണെന്നാണ്. നമ്മൾ എന്ത് വഴി എഴുതി? √32 വഴി എഴുതി. എന്ന് വെച്ചാൽ 2√2 എഴുതി, 3√2 എഴുതി, 4√2 എഴുതി. അടുത്ത് പറഞ്ഞത് എന്താണ്? 5√2. 5 അകത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? 5 സ്ക്വയർ ആവും. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 ഇൻറ്റു എത്ര വരും? 50. അപ്പോൾ അടുത്ത ടൈം എന്താണ്? √50 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? എന്തോ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അന്നേരം ടോട്ടൽ എമൗണ്ട് അവർ എത്ര തന്നേപ്പോണ്ട്? 700 ആണ്. ഇത് അവർ എന്ത് ചെയ്തു? 7 ഡിഫറൻറ്റ് പ്രൈസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ 7 ഡിഫറൻറ്റ് പ്രൈസായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അവിടെ വന്ന പ്രത്യേകത എന്തുവാ?
ഫസ്റ്റിനേക്കാളും 20 രൂപ കുറവാണ് സെക്കൻഡിന്, അതിനേക്കാൾ 20 രൂപ കുറവാണ് ആർക്ക് തേർഡ് പ്രൈസ് കിട്ടുന്ന ആൾക്ക്. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്ന സാധനം എന്താണ്, ഒരു API ആണ്. അതിൻ്റെ സമ്മാണ് എത്ര തന്നേക്കുന്നത്, 700 തന്നേക്കുന്നത്. ഇത്ര ഐഡിയ നമുക്ക് കിട്ടണം. ഇവിടെ API എല്ലാം തന്നപ്പോൾ ഉണ്ടോ, ഇല്ല. സോ ഞാൻ ഏറ്റവും ലീസ്റ്റ് പ്രൈസിനെ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പ്രൈസിനെ എക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ അടുത്ത പ്രൈസ് എത്ര ആയിരിക്കും, X+20. അടുത്ത പ്രൈസ് എത്ര ആയിരിക്കും, X+40. ഇങ്ങനെ എവിടെ വരെ പോകും, അടുത്ത എന്ത് വരും, 60 വരും. അത് കഴിഞ്ഞ് X+80 വരും. അത് കഴിഞ്ഞ് എന്ത് വരും, X+100 വരും. അത് കഴിഞ്ഞ് എന്ത് വരും, X+120 വരും. ഈ X+120 ആയിരിക്കും എന്ത്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും, 700 കിട്ടും. അപ്പോൾ ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം, 700. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം പ്ലസ് ആക്കിയാൽ നമുക്ക് എന്തെന്ന് എഴുതാം, ഈക്വൽ ടു 700 എന്ന് എഴുതാം. അപ്പോൾ എത്ര എക്സ് വരും, നമുക്ക് 7x വരും. 7x എന്ന് എഴുതാം. ഇനി 20, 40, 60, 80, 100, 120 ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 120, 100, 220, 220, 80, 300, 360, 360, 360, 40, 400, 420 കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി, 7x + 420 = 700 എന്ന് കിട്ടി. ഇവിടുന്ന് 7x = എന്തെന്ന് എഴുതാം, 700 - 420 എന്ന് എഴുതാം. 700 ൽ 400 കുറച്ചാൽ 300 കിട്ടും. അപ്പോൾ 280. 7xൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 280. ഇവിടുത്തെ എക്സ് എന്തെന്ന് വരും, 280/7. എത്ര കിട്ടും ആൻസർ, 40. ലാസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കിട്ടി, 40. അതിന് മുമ്പത്തെ പ്രൈസ് എത്ര ആയിരിക്കും, 60. അതിന് മുമ്പത്തെ 80. അത് കഴിഞ്ഞാൽ 100, 120, 140, 160. ഫസ്റ്റ് പ്രൈസ് എത്രയാണ് കിട്ടുന്നത്, 160 ആണെന്നാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ പ്രൈസസും ആയല്ലോ. ഇങ്ങനെയാണ് ആ 9th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് ദ 10th ടേം ഫ്രം ദ എൻഡ്. എവിടെ നിന്ന് കണ്ടുപിടിക്കണം, എൻഡിൽ നിന്ന് കണ്ടുപിടിക്കണം. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അതേപോലെ എന്ത് 7, 10, 13, എക്സെട്ര ആണെന്നാണ്. നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ഡി എത്ര വരും, D = 10 - 7 = എത്ര എന്ന് കിട്ടും, 3 എന്ന് കിട്ടും. നമുക്ക് പുറകിൽ നിന്നല്ല വേണ്ടേ, ഞാൻ എഫ് എന്ന് വിളിക്കാൻ പോകുന്നത് 100നെയാണ്. F എന്താണെന്ന് ഞാൻ വിളിക്കും, 100 എന്ന് വിളിക്കും. ഡി എനിക്ക് കിട്ടിയത് 3 ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഡിയുടെ വാല്യൂ എന്തെടുക്കും, -3 എന്ന് എടുക്കും. കാരണം തിരിച്ചല്ലേ എടുക്കുന്ന, സോ നെഗറ്റീവ് ചേർത്ത് വിളിക്കുക. നമുക്ക് -3 എന്നായിരുന്നു കിട്ടിയെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എന്തെന്ന് വിളിച്ചാൽ +3 എന്ന് വിളിച്ചാൽ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണേ, എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, F+dn - d എന്നാണ്. xn എന്ന് വെച്ചാൽ നമുക്ക് x10 ആണ് കണ്ടുപിടിക്കേണ്ടത്. F എത്രയാണ്, 100 + d എന്ന് വെച്ചാൽ -3 × 10 - 3 എന്ന് വരും. അപ്പം 100 - 30 - 3 100 30 കുറച്ചാൽ എത്ര കിട്ടും, 70. 70 - 3 എത്ര കിട്ടും ആൻസർ, 67. അപ്പം 10th ടേം ഫ്രം എൻഡ് എത്രയാണ്, 67 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്തിനു പറയുന്നത്, 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ മോഡലുകളായിട്ട് പറയുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഇതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് 3 മാർക്കിൻ്റെ ഒരു 5-6 എല്ലാ മോഡലിൽ നിന്നും ഓരോ ക്വസ്റ്റ്യനുകളും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അതിനകത്ത് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ID കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം. യാതൊരുവിധ മടിയും അതിനകത്ത് വിചാരിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ മക്കളെ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം തന്നെ കാണാം.